എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രോട്ടോ സെന്റ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, മുൻ സഭാ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്, വിപ്ലവത്തിലൊട്ടും വെള്ളം ചേർക്കാത്ത ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, കുർബാനയ്ക്ക് വേണ്ടി മരിച്ചു വീഴാൻ തയ്യാറുള്ള ഫാദർ ജോസ് പാറേക്കാട്ടിൽ തുടങ്ങിയ വീരശൂര വൈദിക മാവോയിസ്റ്റുകൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ. ഏറെ സമാധാനപരമായി മുൻനിരയിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിച്ച് ആഗോള പ്രശസ്തമാക്കിയ നിങ്ങളെയും എറണാകുളം കൂരിയയെയും അഭിനന്ദിക്കുന്നു. ജിമ്മി പൂച്ചക്കാട്ടച്ച, കുറച്ചുനാൾ മുമ്പ് അച്ഛൻ്റെ ഒരു കുർബാന വീഡിയോ കാണാനിടയായി. അച്ഛൻ്റെ കുർബാന അർപ്പണ രീതി തികച്ചും വ്യത്യസ്തവും നൂതനവും ഭക്തിസാന്ദ്രവും കലാപരവുമായിരുന്നു കേട്ടോ. അത്ഭുതകരം തന്നെ. അച്ഛൻ എവിടുന്ന് കിട്ടി ഈ ഐഡിയ? വെറുതെ അല്ല അച്ഛനെ ഇത്ര വലിയൊരു സ്ഥാനത്ത് അവരെടുത്തു വെച്ചത്. അച്ഛനെ പോലെയുള്ളവരാണ് ഈ സഭയുടെ തലപ്പത്ത് വരേണ്ടത്. താമസിയാതെ അത് വരും, ഉറപ്പാണ്. സത്യത്തിൽ അച്ഛൻ്റെ കുർബാനയിൽ ജനങ്ങളെ ഏറെ ആകർഷിച്ചതും അവർക്ക് ഭക്തി തോന്നിച്ചതും കാഴ്ച സമർപ്പണ സമയത്തോ സ്ഥാപന സമയത്തോ അല്ല, തക്സയിലുള്ള കാലഹരണപ്പെട്ട കുർബാനപ്പാട്ടിന് പകരം ഗാനമേള സംഘം ആ രതി ആരാധന അഞ്ച് അലി ഈ ആരാധന എന്ന ആ ഗാനം കുട്ടികൾ നൃത്തച്ചുവടുകൾ വെച്ച് പാടിയപ്പോഴാണ് രൂപത പ്രോട്ടോ സിഞ്ചല്ലൂസ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടെ നടന്ന പെൺകുട്ടികളുടെ ഡാൻസ് അക്ഷരാർത്ഥത്തിൽ സഭയെയും വിശ്വാസികളെയും ഞെട്ടിച്ചിരുന്നു. സീറോ മലബാർ സഭയുടെ തക്സ യാതൊരു തരത്തിലും വിശുദ്ധ കുർബാനയ്ക്കിടെ ഡാൻസോ കലാരൂപങ്ങളോ അനുവദിക്കുന്നില്ലെന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള പരസ്യമായ അവഹേളനം നടന്നത്. മാത്രമല്ല, അംഗീകൃതമായ ഗാനങ്ങളും രീതികളും മാത്രമേ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിലിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം എങ്ങും ശക്തമാണ്. ശരിക്കും ഭക്തിയിൽ ഒഴുകിപ്പോയി കേട്ടോ. സത്യത്തിൽ കുർബാനയിൽ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള സുന്ദരി കുട്ടികളെ കൊണ്ട് നൃത്തങ്ങൾ അവതരിപ്പിച്ചാൽ നമ്മുടെ കുർബാന കൂടുതൽ ഭക്തിസാന്ദ്രമാകും, ആഘോഷമാകും, നല്ല ഓളം കിട്ടും. അച്ഛനെ അഭിനന്ദിക്കാതെ വയ്യ. എവിടെയും മാറ്റങ്ങൾ വേണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. മാറ്റം വേണം അച്ഛാ. അപ്പം പിന്നെ കുർബാനയെ മാത്രം എന്തിനു ഒഴിവാക്കണം? പറ്റുമെങ്കിൽ അപ്പനമ്മമാരെയും ഭാര്യയെയും പോലും മാറ്റണം. എത്ര നാളാണ് ഒന്ന് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിശുദ്ധ പാറേക്കാട്ടിൽ തിരുമേനി കഷ്ടപ്പെട്ട് വത്തിക്കാനോട് പൊരുതി ഉണ്ടാക്കിയെടുത്ത ഭാരതീയ പൂജ പോലെ ജിമ്മിയച്ചൻ നൃത്തക്കുർബാന പേരിനെങ്കിലും നമ്മുടെ ആരാധന അക്രമത്തിൻ്റെ ഭാഗമാക്കുവാൻ നടത്തിയ ശ്രമം അഭിനന്ദനം അർഹിക്കുന്നു. എന്നാൽ താങ്കളുടെ കുർബാനയിൽ കേവലം ഒരു നൃത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന നമ്മുടെ ഞായർ കുർബാനയ്ക്കിടയിൽ ഓരോ 15 മിനിറ്റിലും ഓരോ ഡാൻസ്. അങ്ങനെ നോക്കിയാൽ മൊത്തം ഒരു 6 ഡാൻസിന് സ്കോപ്പുണ്ട്. സിനിമയിലൊക്കെ 5-8 പാട്ട് കയറ്റാമെങ്കിൽ കുർബാനയിലും വേണം അച്ഛാ. പിന്നെ ഡാൻസിനുള്ള പാട്ടുകൾ മലയാളം തന്നെ വേണമെന്നില്ല. ഉദാഹരണത്തിന് സുറിയാനിയാകാം. വേണ്ട, സുറിയാനി എറണാകുളത്ത് പറ്റത്തില്ല, വളരെ വലിയ പ്രശ്നമാണത്. സംസ്കൃതം ആയിക്കോട്ടെ. നമ്മുടെ തോമാസ് ലീയെയും 2 പെണ്ണുങ്ങളെയും വാഴ്ത്തിക്കൊണ്ട് സംസ്കൃതത്തിൽ പണ്ടാരണ്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അസ തോമ സതി ഗമയ തമ തോമ ജ്യോതി ഗമയ. ശരിയല്ലേ? അച്ഛൻ്റെ പ്രസംഗത്തിന് ശേഷം ജ്യോതിർമയി, രതീദേവി, ആരതീദേവി പോലുള്ള നടിമാരെ കൊണ്ട് ഈ സംസ്കൃത ഭക്തിഗാനത്തോടു കൂടിയ നൃത്തം ചെയ്യിച്ചാൽ ഗംഭീരമാവും. ഇക്കൊല്ലത്തെ ജൂലൈ 3 ദുക്രാനയ്ക്ക് തന്നെ ആയിക്കോട്ടെ ഈ നല്ല തുടക്കം. കഴിഞ്ഞ 2-3 കൊല്ലമായി ജൂലൈ 3 മുതൽ പുതിയ കുർബാന ചെല്ലണമെന്ന് മെത്രാച്ചന്മാർ പറഞ്ഞിട്ട് നിങ്ങൾ ചെല്ലിയില്ലല്ലോ. എന്നാൽ പിന്നെ ഇത്തവണത്തെ ദുക്രാനയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം ആയിക്കോട്ടെ. എന്തേ, വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ നൃത്തവിദ്വാൻ LGBT പനവേളൻ കോമളൻ രൂപപ്പെടുത്തിയ MDMAക്ക് പഠിക്കുന്ന ചില ജെൻസി പിള്ളേരുടെ സജഷനാണ് ഒരു മുറൈ വന്ന് പാർത്തായോ എന്ന് നാഗവല്ലി പാടുമ്പോൾ രാമനാഥൻ തോം 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 എന്നാലപിച്ച് നാഗവല്ലിയുടെ കൂടെ നൃത്തം ചെയ്യുന്നത് പോലെ കാർമ്മികനും നർത്തകികളുടെ കൂടെ ആൾത്താരയിൽ നൃത്തം ചെയ്താൽ ഒന്നുകൂടെ കളർഫുള്ളാവും എന്ന് ജനം പറയുന്നുണ്ട്.
അല്ലെങ്കിലും നമ്മുടെ വൈദികരും കന്യാസ്ത്രീകളും കിടിലൻ ഡാൻസുകാരാണല്ലോ. സെമിനാരിയിലും മഠത്തിലും തുടക്കം മുതലേ അതിന് നല്ല ക്ലാസ്സും കൊടുക്കുന്നുണ്ടല്ലോ. കൊച്ചുവേലുൻ്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി. വേണമെങ്കിൽ അൾത്താര കുട്ടികളും കപ്പിയാരും കന്യാസ്ത്രീകളും കുഴിവെട്ടുകാരനും കൈക്കാരനും ഒക്കെ കൂടെ ചേർന്നാൽ ആ നൃത്തം പൊടിക്കും അച്ഛ. കൂടാതെ ജിമ്മിയച്ച, വിശ്വാസികൾ ദേവാലയത്തിൽ നിൽക്കുന്നത് ഭൂമിയെ സൂചിപ്പിക്കുന്ന ഹൈക്കല എന്നൊരു സ്ഥലത്താണല്ലോ. അപ്പം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന പുതിയ നൃത്താരാധന ആക്രമത്തിൽ നർത്തകികൾക്ക് ഒരുങ്ങി വന്ന് നിൽക്കാൻ നൃത്തകല എന്നൊരു അഡീഷണൽ സ്ഥലം കൂടി എറണാകുളം അങ്കമാലി പള്ളികളിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കണം. കുട്ടികളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ഗ്ലാമറുള്ള സിനിമാ നടിമാരെ കൊണ്ട് നൃത്തം ചെയ്യിച്ചാൽ നമ്മുടെ കുർബാനകൾ ഏറെ നയന മനോഹര സാന്ദ്ര സുന്ദരമാകും. കുർബാനയിൽ വിശ്വാസികൾ തള്ളിക്കയറും, ഉറപ്പാണ്. പള്ളിപ്പോക്ക് പണ്ടേ ഉപേക്ഷിച്ച കൂതറ വിശ്വാസികൾ പോലും ഇരച്ചു കയറും. ഉഗ്രൻ തുക പിരിഞ്ഞും കിട്ടും. സംഗതി വിജയിച്ചാൽ ടിക്കറ്റ് വെച്ചൊരു 3-4 കുർബാന ഷോ അങ്ങോട്ട് തകർക്കണം. വാദ്യാകമ്പടിയോടുകൂടിയ പ്രസ്തുത നൃത്ത കുർബാന ക്ലിക്കായാലുണ്ടല്ലോ, വിശ്വാസികൾ അതിരാവിലെ കാശുമായി ക്യൂ നിൽക്കും. അത്രമേൽ ഭക്തിയാണ് അവർക്ക്. ശ്രോത്രം അല്ലളിയ എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് പോരാ ഇനി. കൂടാതെ ഒരു വാല്യൂ ആഡഡ് സർവീസ് എന്ന നിലയിൽ മദ്ബഹായുടെ മുൻപിൽ ഒരു മുഴുത്ത സ്ക്രീൻ അങ്ങ് ഫിറ്റ് ചെയ്ത് വെച്ചാൽ വരും ദിവസങ്ങളിൽ ആടുന്ന താരങ്ങളുടെ ആട്ടക്ലിപ്പുകൾ കൂടി പ്രദർശിപ്പിക്കാം. കുർബാനയെക്കുറിച്ചുള്ള നടീനടന്മാരുടെ ചർച്ചകൾ കൂടി ചേർത്താൽ ഗംഭീരമാവും. പ്രിയപ്പെട്ട എറണാകുളം വിമത വൈദികരെ, ഈ പറഞ്ഞതൊക്കെ നടപ്പിലാക്കിയാൽ ക്രമമല്ലാത്ത നമ്മുടെ ആരാധന അക്രമം സമ്പുഷ്ടമാകുമെന്ന് എറണാകുളത്തമ്മയുടെ നാമത്തിൽ ഇവിടെ ഒരുപാട് പേർ തറപ്പിച്ച് പറയുന്നുണ്ട്. വിപ്ലവകരമായ ഈ മാറ്റം നടപ്പാക്കിയാൽ ഗർഭനിരോധന പ്രസംഗകൻ ഡോക്ടർ മുണ്ടാടൻ അരുളി ചെയ്തതുപോലെ മനുഷ്യൻ്റെ മുഖത്താണ് ദൈവം, മനുഷ്യനാണ് ദൈവം, മനുഷ്യൻ തന്നെയാണ് ദൈവം, ദൈവമാണ് മനുഷ്യന് ബലിയർപ്പിക്കുന്നത് എന്നീ തിരുവചനങ്ങൾ കൂടുതൽ അന്വർത്ഥമാകും. മാത്രമല്ല, അർത്ഥനഗ്നരായ സിനിമാ നടികൾ അൾത്താരയുടെ മുമ്പിൽ ഭക്തിഗാനത്തിനൊപ്പം പാതിവേഷത്തിലും ഇടയ്ക്ക് അതും അഴിച്ചും ആടുമ്പോൾ, അവരങ്ങ് നിറഞ്ഞാടുമ്പോൾ അർത്ഥനഗ്നനായി കുരിശിൽ മരിച്ച കർത്താവിനെ നേരിൽ കണ്ട ഒരു പ്രതീതി കൂടി വിശ്വാസികൾക്കുണ്ടാവും, ഉറപ്പ്. അതുവഴി നമ്മുടെ എറണാകുളം അങ്കമാലി മേയർ ആർക്കി പോർക്കൻ അസംബ്ലി സോഷ്യൽ മീഡിയയിൽ താരമാകും. ഇനി പൂച്ചക്കാട്ടച്ച, നമ്മുടെ ഈ നവീന അക്രമത്തെ ആരെങ്കിലും വിമർശിച്ചാൽ നമുക്ക് പറയാൻ നല്ലൊരു ന്യായമുണ്ട്. ഇത് വെറും ഭാവനാ സൃഷ്ടിയൊന്നുമല്ല, ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണെന്ന്. എങ്ങനെയാണെന്നല്ലേ പറയാം. ബൈബിളിൽ സലോമി പുണ്യാളത്തി രാജസദസ്സിൽ ഒന്നാന്തരം ക്യാബര ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ, അന്നാരും വിമർശിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ നമ്മുടെ നേരെ കുതിര കയറുന്നത് എന്നങ്ങ് ചോദിച്ചാൽ ഒറ്റ ഒരുത്തൻ മിണ്ടത്തില്ല. ജമ്മി പൂച്ചക്കാട്ടച്ച നമ്മുടെ സ്വന്തം കൂരിയ അംഗങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ മുന്നൊരുക്കങ്ങൾ കൊണ്ടായിരുന്നല്ലോ ഇന്ന് നമ്മുടെ ആളുകൾക്ക് എളുപ്പത്തിൽ ഈ കൂരിയ പിടിച്ചെടുക്കാൻ പറ്റിയത്. അതിന് നിങ്ങളെല്ലാവരും സഹിച്ച ത്യാഗങ്ങൾക്ക് നമ്മുടെ അതിരൂപത എന്നും കടപ്പെട്ടിരിക്കും. നമ്മുടെ 60 വർഷത്തെ പാരമ്പര്യം, എറണാകുളത്തിൻ്റെ സംസ്കാരം, എറണാകുളത്തിൻ്റെ മാത്രം പ്രത്യേക കുർബാന എന്നിവയ്ക്കെതിരായി സിനഡ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, അത് മാർപ്പാപ്പ ആയിരുന്നാൽ പോലും ഒരു തരത്തിലും സന്ധി ചെയ്യാതെ വെള്ളം ചേർക്കാതെ അടിക്കുന്ന നിങ്ങൾക്കൊരു പൂച്ചെണ്ട് തന്നാൽ പോരാ, കുറേ പൊട്ട ചെണ്ടകൾ കൂടി തരേണ്ടതാണ്. സീറോ മലബാർ സഭയുമായി പുലബന്ധം പോലുമില്ലാത്ത ബിഷപ്പ് ഫ്രാങ്കോ കേസ്, കുമ്പസാര പീഡനക്കേസ് എന്നീ വിവാദങ്ങൾ ഭൂമി കേസിനോടൊപ്പം കർദിനാൾ ആലഞ്ചേരിയുടെ തലയിൽ മനോഹരമായി വെച്ചുകൊടുത്തതും, വഞ്ചി സ്ക്വയറിൽ അകമഴിഞ്ഞ് സഹായിക്കാൻ മലപ്പുറം കത്തികൾ ഇറക്കുമതി ചെയ്തതും, കുർബാന അട്ടിമറിക്കാൻ കുര്യാപ്പി എന്നൊരു മുൻ ന്യായാധിപനെ റോമിലേക്ക് വിട്ടതുമൊക്കെ എത്ര മഹാസേവനങ്ങളാണ്. ഇതൊക്കെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ നന്ദികേടാവും. മാത്രമല്ല, ചില പിതാക്കന്മാരുടെ കാൽ തല്ലി ഒടിക്കുമെന്ന നമ്മുടെ പോപ്പുലർ സഖാവിൻ്റെ ഭീഷണിയെ വരവ് വെച്ച് നിങ്ങൾ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തത് ഈ സഭയിലെ വിശ്വാസ പോരാളികൾ എങ്ങനെ മറക്കും? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ
വലത് കൈയും ഇടത് കാലും എതിർ ദിശയിൽ വെട്ടാൻ വരെ വഞ്ചി സ്ക്വയർ സമരം നമ്മെ പരിശീലിപ്പിച്ചല്ലോ. മേൽപ്പറഞ്ഞ ത്യാഗങ്ങൾ ചെയ്ത കൂരിയ ടീമിനെ എത്ര പ്രകീർത്തിച്ചാലും പോരാ. പിന്നെ എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് വേണ്ടി ഏത് പാതിരാത്രിക്കും എന്തും ചെയ്തു തരാൻ തയ്യാറുള്ള നമ്മുടെ സ്വന്തം വിക്കാർ ഓഫ് ദ മേജർ ആർച്ച് ബിഷപ്പ് സർ പാംപ്ലാനി ചാത്തുകൂടി ഉള്ളത് നമുക്കൊരു നേട്ടമാണ്. സാഹചര്യങ്ങൾ ഇത്രയ്ക്ക് അനുകൂലമായ സ്ഥിതിക്ക് കുറേ നാളായി നിങ്ങൾ മുഴക്കുന്ന വിപ്ലവ വീര്യമുള്ള മുദ്രാവാക്യമുണ്ടല്ലോ, അതങ്ങ് നടപ്പിലാക്കണം പിള്ളച്ച. നിങ്ങൾ വേറെ സഭ ഉണ്ടാക്കണം. മാർപ്പാപ്പായ ആർക്ക് വേണം? സിനഡ് ആർക്ക് വേണം? പോയി പണി നോക്കാൻ പറ. 10-30,000 ക്രിസ്ത്യൻ സഭകൾ ഉള്ള കൂട്ടത്തിൽ ഇരിക്കട്ടെ എറണാകുളം വക ഒരു പുത്തൻ സഭ. പക്ഷേ ആഗോള കത്തോലിക്ക സഭ, സീറോ മലബാർ എന്ന ഈ പേരുകളൊന്നും ഉപയോഗിക്കരുത്. അതൊക്കെ പോരായികയാണ്. നമുക്കൊരു തനിമയുള്ള പേര് വേണം. നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്ന പറങ്കിയാനി സഭ എന്ന് തന്നെ പേരിടണം. പറങ്കിയപ്പനും സുറിയാനി അമ്മയും ചേർന്നുണ്ടായ സഭ എന്ന് ലോകം അറിയണ്ടേ? പറഞ്ഞതിൻ്റെ വിജയത്തിലേക്കായി ഒരു കുർബാന നേർച്ച സമർപ്പിക്കാനും ജനങ്ങൾ ഒരുക്കമാണ് പൂച്ചക്കാട്ടച്ച. അച്ഛൻ്റെ അടുത്ത നൃത്ത കുർബാനയിൽ ആരതിക്ക് പകരം എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വസന്തലതികെ എന്ന ഗാനമോ, എന്നെ നിനക്കായി നൽകാം, എന്നും നിനക്കായി പാടാം തുടങ്ങിയ പാട്ടുകൾ പാടി യുവതികളെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സ്പെഷ്യൽ നൃത്ത കുർബാനയുടെ റേറ്റ് എത്രയായാലും കൂരിയ തീരുമാനിക്കുന്നതനുസരിച്ച് നമ്മുടെ ജനങ്ങൾ റെഡി ക്യാഷായി തന്ന് കാത്തു നിന്നോളും. ഒരു കാര്യം കൂടി, എറണാകുളത്തെ എല്ലാ സെമിനാരികളിലും മഠങ്ങളിലും ആദ്യത്തെ 2 വർഷം ഡപ്പാങ്കുത്ത് ഡാൻസ് പഠിപ്പിക്കുമെന്ന് വിളംബരം ചെയ്താൽ സെമിനാരിയിലും മഠത്തിലും പിള്ളേരെ കിട്ടാനില്ല എന്ന പ്രശ്നം അങ്ങ് തീർന്നു കിട്ടും. പിള്ളേരുടെ ഇടിച്ചുകയറ്റം ഉറപ്പാണ്. ഇത്രയൊക്കെ പോരെ പിള്ളേച്ച. അവസാനമായി നന്ദിയുടെ ഒരു വാക്കുകൂടി പറയട്ടെ ജിമ്മിയച്ച. ഇപ്പറഞ്ഞ ഇന്നോവേറ്റീവ് ചിന്തകൾക്കെല്ലാം മൂലകാരണം അല്ലെങ്കിൽ കാരണഭൂതൻ താങ്കളാണ്. അന്ന് നടത്തിയ ആ പാട്ട് ഡാൻസ്, ആ രതി കുർബാനയുണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിന് തക്കതായ പ്രതിഫലം അങ്ങേക്ക് സർവശക്തനായ ദൈവം എന്നെങ്കിലും തരാതിരിക്കില്ല. ഈ വീഡിയോ അവതരണത്തിൻ്റെ ആശയത്തിന് പ്രിയപ്പെട്ട സുഹൃത്ത് ജോസഫ് ആറ്റുകടവിലിനോട് കടപ്പാട്. നന്ദി.